ലേഡീസിന് ഒരു കരിയർ ആക്കാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലതാണോ? ലേഡീസിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുമോ? ഈസി ആണോ? ഹായ് ഓൾ, ഐ എം റിൻഷ ഹിയർ ആസ് ലേഡി മാർക്കറ്റർ. ഞാനൊരു ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ആണ് ആൻഡ് ഓൾസോ വർക്കിംഗ് ആസ് എൻ അക്കാഡമിക് കൗൺസിലർ ഇൻ ഡിജിറ്റൽ മാർക്കറ്റ്. ഡെയിലി നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആൻഡ് ദ ഫസ്റ്റ് തിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് സ്കിൽ ബേസ്ഡ്, നോട്ട് ജെൻഡർ ബേസ്ഡ്. സോ അതിന് മെയിൽ ഫീമെയിൽ എന്നൊന്നുമില്ല, ആർക്കും പഠിക്കാം. പക്ഷേ ലേഡീസിന് കരിയർ ബേസ് കുറച്ചുകൂടെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് യെസ്. റീസൺ നമ്പർ 1, ഫ്ലെക്സിബിലിറ്റി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സിൽ പലതും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഒരു 9 to 5 അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോയി മാത്രമേ പറ്റൂ അങ്ങനെയൊന്നുമില്ല. ഫാമിലിയും വർക്ക് ലൈഫും ഒക്കെ ഒരുമിച്ച് ബാലൻസ് ചെയ്യുന്ന ലേഡീസിന് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. ആൻഡ് ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതല്ലെങ്കിൽ സ്വന്തമായി ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആണ്. റീസൺ നമ്പർ 2, ക്രിയേറ്റിവിറ്റി. ലേഡീസ് നാച്ചുറലി കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആണ്. സോ കോണ്ടന്റ് ഐഡിയാസ്, ക്യാപ്ഷൻസ്, ഡിസൈൻ സെൻസ് ഇതിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ടെക്നിക്കൽ സൈഡ് വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. റീസൺ നമ്പർ 3, കമ്മ്യൂണിക്കേഷൻ. വി നോ ഹൗ ടു കണക്ട് ഇമോഷണലി. അത് മാർക്കറ്റിംഗിൽ ഒരു ബിഗസ്റ്റ് സ്ട്രെങ്ത് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചും കൂടി ലേഡീസിന് കംഫർട്ടബിൾ കരിയർ ആണ്. പക്ഷേ ഈ കംഫർട്ടബിൾ എന്നതിനർത്ഥം ഈസി എന്നല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിന് മറ്റൊരു സൈഡ് കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ശരി, ഫോളോ ചെയ്യാൻ മറക്കണ്ട.